ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എർത്തിങ് ആൻഡ് ഗ്രൗണ്ടിങ് എന്നാണ്. പല ഇന്റർവ്യൂസിനൊക്കെ ചോദിക്കുന്നതാണ് എന്താണ് എർത്തിങ്ങും ഗ്രൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എർത്തിങ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും വളരെ ചെറിയൊരു വ്യത്യാസമാണ് അത് തമ്മിൽ ഡിനോട്ട് ചെയ്യുന്നതിൽ പറയുന്നത്. ഓക്കെ, ഇപ്പം ഈ ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം നോർത്ത് അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് ആയ IEEE, NEC, ANSI, UL ആ സ്റ്റാൻഡേർഡ്സിലൊക്കെ ഗ്രൗണ്ടിങ് യൂസ് ചെയ്യുന്നത് എർത്തിങ്ങിന് തന്നെയാണ്. പക്ഷെ എർത്തിങ് എന്ന് യൂസ് ചെയ്യുന്നത് ഏതിനാണ്? യൂറോപ്യൻ, കോമൺവെൽത്ത് കൺട്രീസ്, ബ്രിട്ടൻ സ്റ്റാൻഡേർഡ്സ്, അതായത് IS സ്റ്റാൻഡേർഡ്, IEC സ്റ്റാൻഡേർഡിലൊക്കെ യൂസ് ചെയ്യുന്നത് എർത്തിങ്ങും ആണ്. ഇനി ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ സോഴ്സ് ഫോർ അൺവാണ്ടഡ് കറന്റ്സ് ആൻഡ് ഓൾസോ ആസ് എ റിട്ടേൺ പാത്ത് ഫോർ മെയിൻ കറന്റ്. While earthing is done not for return path but only for protection of delicate equipments. It is an alternate low resistance path for current. Earth എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു alternate path for current പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂസ്ഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് ദ ഹ്യൂമൻ ബോഡി ഇൻ ഫോൾട്ട് കണ്ടീഷൻ. ഇനി ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്യുപ്മെന്റ്സ്. ഓക്കെ, അപ്പോൾ എർത്തിങ്ങും ഗ്രൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എർത്തിങ് എന്താണെന്ന് നോക്കാം. എർത്തിങ് മീൻസ് കണക്ടിങ് ദ ഡെഡ് പാർട്ട്. ഡെഡ് പാർട്ട് എന്ന് വെച്ചാൽ ദാറ്റ് ഡസ് നോട്ട് ക്യാരി ദ കറണ്ട് അണ്ടർ നോർമൽ കണ്ടീഷൻ. അത് എർത്തിലേക്ക് കണക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിന്റെ ഫ്രെയിംസ് അല്ലെങ്കിൽ എൻക്ലോഷേഴ്സ്, സപ്പോർട്ട്, അതെല്ലാം എർത്തിലേക്ക് കണക്ട് ചെയ്യുക. എന്തിനാണ് എർത്തിങ് നടത്തുന്നത്? ടു മിനിമൈസ് ദ റിസ്ക് ഓഫ് റിസീവിംഗ് ആൻ ഇലക്ട്രിക് ഷോക്ക് ഇഫ് ടച്ചിങ് ദ മെറ്റൽ പാർട്സ് വെൻ എ ഫോൾട്ട് ഈസ് പ്രസന്റ്. ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു എക്യുപ്മെന്റിനെ ടച്ച് ചെയ്താൽ നമുക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എർത്തിങ് നൽകുന്നത്. ഇതിന് സാധാരണ ഗ്രീൻ വയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോമൻക്ലേച്ചർ ആയിട്ട്. അടുത്തത് അണ്ടർ ഫോൾട്ട് കണ്ടീഷൻ ദ നോൺ കറണ്ട് ക്യാരിങ് മെറ്റൽ പാർട്സ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ സച്ച് ആസ് ഫ്രെയിംസ്, എൻക്ലോഷർ, സപ്പോർട്ട്, ഫെൻസിങ്. ഇപ്പം നമ്മൾ പറഞ്ഞു അതെല്ലാം എന്ത് ചെയ്യും? ദാറ്റ് വിൽ അറ്റൈൻ ഹൈ പൊട്ടൻഷ്യൽ. ഫോൾട്ട് കണ്ടീഷൻ വരുമ്പോൾ ആ നോൺ കറണ്ട് ക്യാരിങ് മെറ്റൽ പാർട്സിനൊക്കെ ഹൈ പൊട്ടൻഷ്യൽ വരും വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. സോ ദാറ്റ് എനി പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്ട്രേ ആനിമൽ ടച്ചിങ് ദീസ് ഓർ അപ്രോച്ചിങ് ദീസ് വിൽ ബി സബ്ജക്റ്റഡ് ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് that may result in the flow of current through the body of the person അല്ലെങ്കിൽ animal of such a value as may prove fatal. അപ്പോൾ ചില ഫോൾട്ട് കണ്ടീഷൻസിൽ ഈ ഒരു നോൺ കറണ്ട് ക്യാരിങ് മെറ്റൽ പാർട്സ് അതായത് ഫ്രെയിംസ്, എൻക്ലോഷർ, സപ്പോർട്ട്, അതിനകത്തൊക്കെ ഒരു വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് നോക്കുമ്പോൾ ഒരു ഹയർ പൊട്ടൻഷ്യൽ ക്രിയേറ്റഡ് ആവും. അങ്ങനെ ഹയർ പൊട്ടൻഷ്യൽ ക്രിയേറ്റഡ് ആകുമ്പോൾ അത് ചെന്ന് ടച്ച് ചെയ്യുന്ന ഈ ഒരു എൻക്ലോഷേഴ്സ് അല്ലെങ്കിൽ ഫ്രെയിം ഒക്കെ ടച്ച് ചെയ്യുന്ന മനുഷ്യനായാലും ഒരു മൃഗമായാലും ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ദർ ബി എ കറണ്ട് പാസിങ് ത്രൂ ദ ബോഡി. അത് ഷോക്ക് നല്ല ഫേറ്റലായിട്ട് വരാം. ഇനി ടു അവോയ്ഡ് ദിസ് ഈ നോൺ കറണ്ട് ക്യാരിങ് മെറ്റൽ പാർട്സ് ഒക്കെ എന്ത് ചെയ്യും? ദേ ആർ കണക്റ്റഡ് ടു ദ ജനറൽ മാസ് ഓഫ് എർത്ത് ബൈ മീൻസ് ഓഫ് ആൻ എർത്തിങ് സിസ്റ്റം. എർത്തിങ് സിസ്റ്റം വഴി എർത്തിലേക്ക് കണക്ട് ചെയ്ത് വെക്കും, ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ, ഇങ്ങനൊരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്താതിരിക്കാൻ. ഇനി എർത്തിങ് അക്കംപ്ലിഷ് ചെയ്യുന്നത് ബൈ ബോണ്ടിങ് ഓഫ് എ മെറ്റാലിക് സിസ്റ്റം ടു എർത്ത് ആണ്. സാധാരണ ഗ്രൗണ്ട് റോഡ്സ് അല്ലെങ്കിൽ അത് ഇലക്ട്രോഡ്സ് ഒക്കെ എർത്തിലേക്ക് ഇറക്കി വെച്ച് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് അതങ്ങനെ എർത്തിങ് ചെയ്യുന്നത്. Earthing is to ensure the safety or protection of electrical equipment and human by discharging the electrical energy to the earth. ഇനി എന്താണ് ഗ്രൗണ്ടിങ്? ഗ്രൗണ്ടിങ് മീൻസ് കണക്ടിങ് ദ ലൈവ് പാർട്ട്. ലൈവ് പാർട്ട് ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഡെഡ് പാർട്ട് അല്ലേ? ഇതിൽ എന്താണ്? കണക്ടിങ് ദ ലൈവ് പാർട്ട്. ഇറ്റ് മീൻസ് ദ പാർട്ട് വിച്ച് ക്യാരീസ് ദ കറണ്ട് അണ്ടർ നോർമൽ കണ്ടീഷൻ. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ കറണ്ട് ക്യാരി ചെയ്യുന്ന പാർട്ട് അതാണ് എന്ത്? ലൈവ് പാർട്ട്. ആ ലൈവ് പാർട്ട് ടു ദ എർത്ത് കണക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ന്യൂട്രൽ ഓഫ് എ പവർ ട്രാൻസ്ഫോമർ. ഒരു പവർ ട്രാൻസ്ഫോമർ ന്യൂട്രലൊക്കെ കണക്ട് ചെയ്യുന്നു ഗ്രൗണ്ടിലേക്ക്. അതിനാണ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രൗണ്ടിങ് ഈസ് ഡൺ ഫോർ ദ protection of power system equipment and to provide an effective return path from the machine to the power source. അതായത് ഒരു സ്റ്റാർ കണക്റ്റഡ് ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രൽ പോയിന്റ് ഒക്കെ ഗ്രൗണ്ട് ചെയ്യുന്നത് അതിന് എക്സാമ്പിൾ ആണ്. ആ പവർ സിസ്റ്റം എക്യുപ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി grounding refers to the current carrying part of the system such as neutral of the transformer or generator കണക്റ്റഡ് ടു ദ ഗ്രൗണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൽ ലൈവ് വയറാണ്, മറ്റേതിൽ ഡെഡ് പാർട്ടാണ് കണക്ട് ചെയ്യുന്നത്.
ഇനി ലൈറ്റനിങ്, ഇടിമിന്നലോ അല്ലെങ്കിൽ ലൈൻ സർജസോ അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള കോൺടാക്ട് വിത്ത് അതർ ഹൈ വോൾട്ടേജ് ലൈൻസോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഡേഞ്ചറസ്ലി ഹൈ വോൾട്ടേജ് ക്യാൻ ഡെവലപ്ഡ് ഇൻ ദ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വയേഴ്സ്. ഈ ഗ്രൗണ്ടിങ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ പ്രൊവൈഡ് എ സേഫ് ഓൾട്ടർനേറ്റ് പാത്ത് അറൌണ്ട് ദ ഇലക്ട്രിക്കൽ സിസ്റ്റം ഓഫ് അവർ ഹൗസ്, ദസ് മിനിമൈസിങ് ഡാമേജ് ഫ്രം സച്ച് ഒക്കറൻസസ്. സാധാരണ ബ്ലാക്ക് വയറാണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ലൈവ് പാർട്ടും ഡെഡ് പാർട്ടും അങ്ങനെ വരിക. ഇനി ഇലക്ട്രോണിക് സർക്യൂട്ട് AC ആയാലും DC ആയാലും ദാറ്റ് വിൽ നീഡ് എ റെഫറൻസ് പൊട്ടൻഷ്യൽ. ആ റെഫറൻസ് പൊട്ടൻഷ്യലിന് ഗ്രൗണ്ട് എന്ന് പറയും. ഇൻ ഓർഡർ ടു മേക്ക് പോസിബിൾ ഫോർ ദ കറന്റ് ഫ്ലോ ഫ്രം ദ ജനറേറ്റർ ടു ലോഡ്. ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് മേ ബി അല്ലെങ്കിൽ മേ നോട്ട് ബി എർത്തിലാക്കാം. ഇലക്ട്രിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ഈസ് എയ്തർ എർത്ത് അറ്റ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് അല്ലെങ്കിൽ കൺസ്യൂമർ എൻഡിൽ എർത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എർത്ത് ഇൻ ഓട്ടോമൊബൈലിൽ എർത്ത് ചെയ്തിട്ടില്ല അല്ലേ. ഫോർ ഇൻസ്റ്റൻസ് ഓൾ വെഹിക്കിൾസ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഹാവ് ഗ്രൗണ്ട് കണക്റ്റഡ് ടു ദ ചെസിസ് ആൻഡ് മെറ്റാലിക് ബോഡി ദാറ്റ് ആർ ഇൻസുലേറ്റഡ് ഫ്രോം എർത്ത് ത്രൂ വയേഴ്സ്. നമുക്ക് കാണാവുന്നതാണ് ദർ മേ എക്സിസ്റ്റ് എ ന്യൂട്രൽ ടു ദ ഗ്രൗണ്ട് വോൾട്ടേജ് ഡ്യൂ ടു ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ വയറിംഗ്. സോ ന്യൂട്രൽ ഡസ് നോട്ട് നെസസറിലി ഹാവ് ടു ബി അറ്റ് ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ. അപ്പം അതിലൊന്നും കാര്യമില്ല. ഞാനിത് വായിച്ചു വിടുന്നതല്ല, ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. കൂടുതൽ ടെക്നിക്കൽ ടേംസ് എന്ന് പറഞ്ഞാൽ അത് എഞ്ചിനീയറിംഗ് എക്സാംസിന് എഴുതുന്നവർക്ക് ആ ഇതൊക്കെ ആവശ്യമുള്ളൂ. ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയൊക്കെ പറഞ്ഞാൽ മതി. അത്യാവശ്യം അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ എർത്തിങ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഗ്രൗണ്ട് എർത്ത് ചെയ്യണം നിർബന്ധമൊന്നും ഇല്ല എന്നാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ഈ വാഹനങ്ങളിലൊക്കെ ഉള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഒന്നും എർത്ത് ചെയ്യുന്നില്ല അല്ലേ, അത് പറഞ്ഞിരുന്നത്. ഇനി പറയുന്നത് സ്മോൾ ഡിഫറൻസ് ബിറ്റ്വീൻ എർത്തിങ് ആൻഡ് ഗ്രൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. There is no major difference between earthing and grounding, and both means connecting an electrical circuit or device to the earth. And this serves various purposes like to drain away unwanted current, to provide a reference voltage for circuits needing one, to lead lightning away from delicate equipment. Even though there is a micro difference between grounding and earthing. ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു, അതെവിടെയോ വായിച്ച് കണ്ടതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. എർത്തിങ് ആണെങ്കിൽ എന്താണ്, ഡെഡ് പാർട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ഡിനോട്ട് ചെയ്യുന്ന ഗ്രീൻ വയർ കൊണ്ടാണ്. ആൻഡ് ഗ്രൗണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തിനാണ്, മനുഷ്യന്മാരെ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്യുപ്മെൻറ്റിൻ്റെയൊക്കെ ഫ്രെയിമും എൻക്ലോഷറും ഒക്കെയാണ് എർത്ത് ചെയ്യുന്നത്. ഇനി ഗ്രൗണ്ടിങ് ആണെങ്കിലോ ലൈവ് പാർട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ന്യൂട്രൽ, ഇപ്പോൾ ഒരു സ്റ്റാർ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ എർത്ത് ചെയ്യുന്നു. ഒരു പവർ ട്രാൻസ്ഫോമറിൻ്റെ പവർ സിസ്റ്റം എക്യുപ്മെൻറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത് മെയിനായിട്ടും ഉപയോഗിക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് ലൈറ്റ്നിങ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇനി അത് ഡിനോട്ട് ചെയ്യാനായിട്ട് ബ്ലാക്ക് വയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കി വെക്കുക. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്ലോഗ് സന്ദർശിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ.